ഒന്നാമത്തെ ക്വസ്റ്റ്യന് ഇങ്ങനെയാണ്. എ സ്ട്രൈറ്റ് കണ്ടക്ടർ എ ബി ഈസ് അറേഞ്ച്ഡ് പാരലൽ ടു എ മാഗ്നറ്റിക് നീഡിൽ ആസ് ഷോൺ ഇൻ ദ ഫിഗർ. When the switch is on, the magnetic needle deflect. ഇവിടെ സ്വിച്ച് ഓൺ ചെയ്യുമ്പോൾ നീഡിൽ ഡിഫ്ലക്ട് ചെയ്യും. അപ്പോൾ ക്വസ്റ്റ്യൻ ഇതാണ്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. എ ക്വസ്റ്റ്യന് ദ ഡയറക്ഷൻ ഇൻ വിച്ച് നോർത്ത് പോൾ ഓഫ് ദ മാഗ്നറ്റ് ഡിഫ്ലക്ട് ഈസ് ക്ലോക്ക് വൈസ് ഓർ ആൻറ്റി ക്ലോക്ക് വൈസ്. ഇവിടെ ഈ നീഡിലിൻ്റെ ഈ നോർത്ത് പോള് ഡിഫ്ലക്ട് ചെയ്യുന്നത് ക്ലോക്ക് വൈസ് ആണോ ആൻറ്റി ക്ലോക്ക് വൈസ് ആണോ എന്നാണ് ചോദിക്കുന്നത്. അതായത് ഇപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ പറയാം, വെസ്റ്റിലേക്കാണോ ഈസ്റ്റിലേക്കാണോ എന്നുള്ളത്. അപ്പോൾ അതെങ്ങനെ കണ്ടുപിടിക്കേണ്ടത്? അപ്പം ഇങ്ങനെ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ നമ്മൾ നോക്കേണ്ടത് ഇവിടെ കറണ്ടിൻ്റെ ഡയറക്ഷൻ നോക്കണം. കറണ്ടിൻ്റെ ഡയറക്ഷൻ ഇത് പോസിറ്റീവും ഇവിടെ നെഗറ്റീവുമാണ്. അപ്പോൾ കറണ്ട് ഡയറക്ഷൻ എന്ന് പറയുന്നത് ഇങ്ങനെ എയിൽ നിന്ന് ബിയിലേക്കാണ് വരിക. അപ്പോൾ എയിൽ നിന്ന് ബിയിലേക്ക് കറണ്ട് വരുമ്പോൾ ഇവിടെ നീഡിലാണെങ്കിൽ എല്ലായ്പ്പോഴും നോർത്ത് സൗത്ത് ഡയറക്ഷനിലാണല്ലോ ഇത് പോയിന്റ് ചെയ്യുക. അപ്പോൾ ഇവിടെ ഈ നീഡിലിൻ്റെ ഡയറക്ഷനും കറണ്ടിൻ്റെ ഡയറക്ഷനും സെയിം ആണ്. അപ്പോൾ സെയിം ആകുമ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അങ്ങനെ വരുമ്പോൾ ഇവിടെ നീഡിൽ ഡിഫ്ലക്റ്റ് ചെയ്യുന്നത് ആൻറ്റി ക്ലോക്ക് വൈസ് ആണ്. അപ്പോൾ ഇങ്ങനെ ഇങ്ങോട്ട് ഉണ്ടോ, വെസ്റ്റിലേക്ക് എന്ന് പറയാം, അല്ലെങ്കിൽ ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് നീഡിൽ ഡിഫ്ലക്റ്റ് ചെയ്യുക. നമ്മൾ പഠിച്ചിട്ടുണ്ട്. നമ്മുടെ ചാപ്റ്ററിൽ തന്നെ ഇങ്ങനത്തെ ഒരു എക്സ്പെരിമെൻറ്റ് പറയുന്നുണ്ട്. അതിൽ പറയുന്നുണ്ട്, അതായത് ഇവിടെ രണ്ടിൻ്റെ ഡയറക്ഷൻ ഈ ഒരേപോലെ ആണെങ്കിൽ, സെയിം ആണെങ്കിൽ നീഡിൽ ഡിഫ്ലക്റ്റ് ചെയ്യുന്നത് ആൻറ്റി ക്ലോക്ക് വൈസ് ആണ്. ഇനി ഇവിടെ ഈ കറണ്ട് ബിയിൽ നിന്ന് എയിലേക്കാണെങ്കിലോ അപ്പോൾ ക്ലോക്ക് വൈസിലായിരിക്കും. ഓക്കെ, ഇനി അവിടെ അതിന് കൂടെ ഒരു ക്വസ്റ്റ്യനും കൂടെ ഉണ്ട്. നെയിം ദ ലോ യൂസ്ഡ് ടു ഫൈൻഡ് ദ ഡയറക്ഷൻ ഓഫ് ഡിഫ്ലക്ഷൻ ഓഫ് ദ നീഡിൽ. നീഡിലിൻ്റെ ഡിഫ്ലക്ഷൻ കണ്ടുപിടിക്കാനായിട്ട് ഉപയോഗിച്ച ലോ, ആ ലോ നമുക്കറിയാം, മാക്സ്വെല്ലിൻ്റെ റൈറ്റ് ഹാൻഡ് തമ്പ് റൂളാണ്. ഓക്കെ, ഇതൊരു ബി ക്വസ്റ്റ്യൻ ഉണ്ട്. വാട്ട് ഈസ് ദ റീസൺ ഫോർ ദ ഡിഫ്ലക്ഷൻ ഓഫ് ദ നീഡിൽ? നീഡിലിൻ്റെ റിഫ്ലക്ഷനുള്ള റീസൺ എന്താണ്? റീസൺ ഉള്ളത്. അപ്പോൾ നമുക്കറിയാം അതിൻ്റെ റീസൺ ഇങ്ങനെയാണ്. When a current is passed through a conductor, a magnetic field is produced around it. ഇവിടെ സ്വിച്ച് ഓൺ ചെയ്യുന്ന സമയത്ത് ഈ എ ബി എന്ന് പറയുന്ന കണ്ടക്ടറിലൂടെ കറണ്ട് പാസ് ചെയ്യുമ്പോൾ അവിടെ ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവുമല്ലോ. അപ്പോൾ ഇവിടെ ഈ നീഡിൽ ഈ ഓൾസോ ഒരു മാഗ്നറ്റ് ആണ്. അപ്പോൾ ഇത് ഒരു എ ബി ഒരു മാഗ്നറ്റ് ആയി. അപ്പോൾ രണ്ട് മാഗ്നറ്റിൻ്റെയും കൂടിയുള്ള ഒരു ഇൻറ്ററാക്ഷൻ കാരണമാണ് ഇവിടെ എന്ത് ചെയ്തത്? ഡിഫ്ലക്ഷൻ ഉണ്ടായത്. ഓക്കെ, അപ്പോൾ ആൻസർ എങ്ങനെയാണ്? വെൻ കറണ്ട് പാസിംഗ് ത്രൂ ദ കണ്ടക്ടർ എ മാഗ്നറ്റിക് ഫീൽഡ് പ്രൊഡ്യൂസ്ഡ് അറൗണ്ട് ഇറ്റ്. ഇനി അതിന് കൂടെ ഒരു മൂന്നാമത്തെ ഒരു ക്വസ്റ്റ്യൻ, സി ക്വസ്റ്റ്യൻ ഉണ്ട്. സി ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്. സജസ്റ്റ് എ മെത്തേഡ് ടു റിവേഴ്സ് ദ ഡയറക്ഷൻ ഓഫ് ഡിഫ്ലക്ഷൻ ഓഫ് മാഗ്നറ്റിക് നീഡിൽ. ഈ നീഡിലിൻ്റെ ഡിഫ്ലക്ഷൻ, അതിൻ്റെ ഡയറക്ഷൻ ചേഞ്ച് ചെയ്യാൻ എന്താ ചെയ്യേണ്ടതെന്നുള്ളത് അത് നമുക്കറിയാം. ഇവിടെ നമ്മൾ ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ. റിവേഴ്സ് ദ കറണ്ട്. ഈ കറണ്ട് എയിൽ നിന്ന് ബിക്കുള്ളത് എന്ത് ചെയ്യുക? ബിയിൽ നിന്ന് എയിലേക്ക് ആക്കുക, റിവേഴ്സ് ചെയ്യുക. അപ്പോൾ റിവേഴ്സ് ചെയ്യുന്ന സമയത്ത് ഇവിടെ ഇത് മാറ്റി കൊടുത്താൽ മതി, പോസിറ്റീവ് നെഗറ്റീവ് ചേഞ്ച് ചെയ്യുക. അപ്പോൾ കറണ്ട് ഇങ്ങോട്ട് വരുമ്പോൾ സ്വാഭാവികമായും നീഡിൽ എന്ത് ചെയ്യും? ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ എന്ത് ചെയ്യും? ഡിഫ്ലക്ട് ചെയ്യും. ഇങ്ങനെ ഇങ്ങോട്ട് ക്ലോക്ക് വൈസിൽ ഡിഫ്ലക്ട് ചെയ്യും. ഓക്കെ, അപ്പോൾ റിവേഴ്സ് ദ കറണ്ട് എന്നാണ് ആൻസർ. ഓക്കെ, സെക്കൻഡ് ക്വസ്റ്റ്യൻ. എ കണ്ടക്ടർ ഈസ് ഇൻസേർട്ടഡ് ത്രൂ എ കാർഡ്ബോർഡ് and kept in a vertical position as shown in the figure. The portion passing through the cardboard are marked as X and Y. ഓക്കെ, അതായത് ഇവിടെ ഒരു കണ്ടക്ടർ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? ഈ കാർഡ്ബോർഡിലൂടെ ഇങ്ങനെ തുളച്ച് വെച്ചിട്ടുണ്ട്. ഇവിടെ ഇപ്പോൾ ഈ കാർഡ്ബോർഡിലൂടെ തുളച്ച് വരുന്ന ഈ ഒരു ഭാഗം എക്സും ഈ ഒരു ഭാഗം വൈയും നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇവിടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, എ ക്വസ്റ്റ്യൻ ഇതാണ്. മാർക്ക് ദ ഡയറക്ഷൻ ഓഫ് ദ മാഗ്നറ്റിക് ഫീൽഡ് അറൗണ്ട് ദ പോയിന്റ് എക്സ് ആൻഡ് വൈ. ഈ എക്സ് വൈ എന്ന് പറയുന്ന പോയിന്റിലുള്ള മാഗ്നറ്റിക് ഫീൽഡ് നമ്മൾ മാർക്ക് ചെയ്യണം. ഓക്കെ, അതെങ്ങനെ ചെയ്യേണ്ടത്? ഓക്കെ, അപ്പം ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ നമ്മൾ ആദ്യം ഇവിടെ എന്ത് ചെയ്യണം? കറണ്ടിൻ്റെ ഡയറക്ഷൻ നമ്മൾ നോക്കുക. കറണ്ട് ഇങ്ങനെ സ്വിച്ച് ഓൺ ചെയ്യുമ്പോൾ കറണ്ട് ഇങ്ങനെ എയിൽ നിന്ന് ഇങ്ങനെ വന്ന് ഇങ്ങനെയാണ് വരിക. കണ്ടല്ലേ? ഇങ്ങനെയാണ് കറണ്ടിൻ്റെ ഡയറക്ഷൻ വരിക. ഓക്കെ, ഇനി ഇവിടെ ഈ എക്സ് എന്ന് പറയുന്ന ഈ പോയിന്റിൽ മാഗ്നറ്റിക് ഫീൽഡ് എങ്ങനെ കണ്ടുപിടിക്കുക? നമുക്കിവിടെ മാക്സ്വെല്ലിൻ്റെ തമ്പ് റൂൾ ഉപയോഗിക്കണം. അപ്പം ഞാനിപ്പോൾ ഇവിടെ ഈ എക്സ് എന്ന് പറയുന്ന ഈ ഒരു പോയിന്റിലൂടെ കറണ്ട് ഇങ്ങനെ മുകളിലേക്കല്ലേ പോകുന്നത്. അപ്പോൾ ഞാനത് ഇങ്ങനെ പിടിക്കുക.
നമ്മൾ റൈറ്റ് ഹാൻഡ് ഇങ്ങനെ പിടിക്കുന്ന സമയത്ത് ഇത് കറണ്ട് ഡയറക്ഷനാണ്, കറണ്ട് മുകളിലേക്കാണ്. അപ്പോൾ ഈ ബാക്കിയുള്ള ഈ ഫിംഗേഴ്സ് ഇല്ലേ, ഈ ഫിംഗേഴ്സ് ആണല്ലോ മാഗ്നറ്റിക് ഫീൽഡ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ നോക്കി ഇങ്ങനെയല്ലേ, എങ്ങനെയാണ്? ആൻറ്റി ക്ലോക്ക് വൈസ്. കണ്ടില്ലേ, ഇങ്ങനെയാണ് ആൻറ്റി ക്ലോക്ക് വൈസ്. അതെങ്ങനെ മാർക്ക് ചെയ്യുന്നത്? അതിങ്ങനെ മാർക്ക് ചെയ്യുന്നത് എങ്ങനെയാണ്? ഇങ്ങനെ കണ്ടില്ലേ, ഇങ്ങനെ. അപ്പോൾ ഇങ്ങനെയാണ് എക്സ് എന്ന് പറയുന്ന പോയിന്റിലുള്ള ഫീൽഡ്. ഇനി അടുത്ത് നോക്കൂ, വൈയിലാണെങ്കിലോ ഇവിടെ ഇങ്ങനെ ഡിയിൽ നിന്ന് ഈ ബിയിലേക്ക് കറണ്ട് വരുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇങ്ങനെ താഴേക്കല്ലേ. അപ്പോൾ ഇങ്ങനെ പിടിക്കുക, തമ്പ് റൂൾ അനുസരിച്ച് ഇങ്ങനെ പിടിക്കുക. ഇങ്ങനെ പിടിക്കുമ്പോൾ കറണ്ട് താഴേക്കാണ്. അപ്പോൾ ഈ ബാക്കിയുള്ള ഈ ഫിംഗേഴ്സ് ഉണ്ടല്ലോ, ദീസ് ഫിംഗേഴ്സ് ഇൻഡിക്കേറ്റ് ഡയറക്ഷൻ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ്. അതെങ്ങനെയാണ് വരുന്നത്? ഇങ്ങനെ വെച്ചാൽ ക്ലോക്ക് വൈസിൽ. അപ്പോൾ നമുക്കിത് ഇങ്ങനെ വരയ്ക്കാം കേട്ടോ. അപ്പോൾ ഇവിടെ എക്സിൽ ആൻറ്റി ക്ലോക്ക് വൈസ്, വൈയിൽ ക്ലോക്ക് വൈസ്. ഓക്കെ, നെക്സ്റ്റ് ബി ക്വസ്റ്റിന് നെയിം ആൻഡ് സ്റ്റേറ്റ് ദ ലോ യൂസ്ഡ് ടു ഫൈൻഡ് ദി ഡയറക്ഷൻ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ്. ലോ ഏതാന്നുള്ളത്. അപ്പോൾ ഇവിടെ ഇങ്ങനെയുള്ള എല്ലാ ക്വസ്റ്റ്യനിലും ലോ എന്ന് ചോദിച്ചാൽ മാക്സ്വെല്ലിൻ്റെ തമ്പ് റൂൾ പറയാം. മാക്സ്വെല്ലിൻ്റെ തമ്പ് റൂളാണ് പറയുന്നത് കേട്ടോ. ബിയുടെ ആൻസർ മാക്സ്വെല്ല് തമ്പ് റൂൾ. അത് നിങ്ങൾ സ്റ്റേറ്റ് ചെയ്യാന്ന് വെച്ചാൽ നമ്മൾ നോട്ട്ബുക്കിൽ എഴുതിയിട്ടുണ്ടല്ലോ, അത് എന്ത് ചെയ്യുക, പഠിക്കുക കേട്ടോ. നെക്സ്റ്റ് തേർഡ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോവിങ് ഫിഗർ റിലേറ്റഡ് ടു ദ പൊളാരിറ്റി ഓഫ് എ കറണ്ട് ക്യാരിയിങ് കോയിൽ ഈസ് കറക്റ്റ്. ഇതിൽ കറക്റ്റായ ഫിഗർ ഏതാണ് കണ്ടുപിടിക്കുക, എ ആണോ ബി ആണോ സി ആണോ എന്നുള്ളത്. ഇതിലിപ്പോൾ നമുക്കറിയാം, നമ്മളിവിടെ സോളിനോയിഡിൻ്റെ ആ കേസ് ആണ് നോക്കേണ്ടത്. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ ഫസ്റ്റ് ഇവിടെ നമ്മൾ കറണ്ടിൻ്റെ ഡയറക്ഷൻ മാർക്ക് ചെയ്യുക. ഇവിടെയൊക്കെ കറണ്ടിൻ്റെ ഡയറക്ഷനൊക്കെ സെയിം ആണ്, ഇങ്ങനെയാണ് വരുന്നത്. ഓക്കെ, ഇവിടെയൊക്കെ കറണ്ടിൻ്റെ ഡയറക്ഷൻ ക്ലോക്ക് വൈസ് ആൻറ്റി ക്ലോക്ക് വൈസ് നോക്കുക. കറണ്ടിൻ്റെ ഡയറക്ഷൻ ഇവിടെയൊക്കെ ആൻറ്റി ക്ലോക്ക് വൈസ് ആണ്. അപ്പോൾ പഠിച്ചിട്ടുണ്ട്, കറണ്ടിൻ്റെ ഡയറക്ഷൻ ആൻറ്റി ക്ലോക്ക് വൈസ് ആണെങ്കിൽ ആ ഒരു എൻഡ് നോർത്ത് പോൾ ആയിരിക്കും പഠിച്ചിട്ടുണ്ട്. നമ്മൾ സോളിനോയിഡിൻ്റെ കേസ് പഠിച്ചിട്ടുണ്ട്. കറണ്ടിൻ്റെ ഡയറക്ഷൻ ആൻറ്റി ക്ലോക്ക് വൈസ് ആണെങ്കിൽ ആ എൻഡ് നോർത്ത് പോൾ ആയിരിക്കും. അപ്പോൾ ആൻസർ കറക്റ്റ് വരുന്നത് ഇവിടെ ബി ആയിരിക്കും വരിക. കാരണം ബി ആണല്ലോ ഇവിടെ എൻ വരുന്നത്. ബാക്കി രണ്ട് എയും സി ഒക്കെ സെയിം ആണ്. ആ ക്വസ്റ്റനിൽ ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട്. എയും സിയും സെയിം ആണ്. അപ്പോൾ ഇവിടെ ആൻസർ വരുന്നത് ബി ആണ് വരിക. ഓക്കെ, നെക്സ്റ്റ് ഫോർത്ത് ക്വസ്റ്റ്യൻ ആണ്. ഫോർത്ത് ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്, എ സർക്കുലർ കോയിൽ ഈസ് ഇൻസേർട്ടഡ് ഇൻ ടു എ കാർഡ്ബോർഡ് ആസ് ഷോൺ ഇൻ ദ ഫിഗർ. ദ പോർഷൻസ് പാസിംഗ് ത്രൂ ദ കാർഡ്ബോർഡ് ആർ മാർക്ക്ഡ് ആസ് പി ആൻഡ് ക്യൂ. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെയാണ്, അവിടെ ഒരു സർക്കുലർ കോയിലിന് പകരം അവിടെ ഒരു സ്ട്രെയിറ്റ് കണ്ടക്ടർ ആയിരുന്നു. ഇവിടെ ഒരു സർക്കുലർ കോയിലാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്, ഡ്രോ വൺ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻ ഈച്ച് അറൗണ്ട് പി ആൻഡ് ക്യൂ. നേരത്തെ നമ്മൾ എക്സ് വൈ പറഞ്ഞതുപോലെ തന്നെ ഈ പിയിലും ക്യൂവിലും ഉണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ലൈൻ വരയ്ക്കുക. ഒറ്റ ലൈൻ വരച്ചാൽ മതി. അപ്പോൾ എങ്ങനെയൊക്കെയായിരുന്നു വരിക? ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം? നമ്മളിവിടെ മാക്സ്വെല്ലിൻ്റെ റൂൾ ഉപയോഗിക്കുക. ഇവിടെ എങ്ങനെയാണ് കറണ്ട് ഇവിടെ പാസ് ചെയ്യുന്നത്? പോസിറ്റീവ് നെഗറ്റീവിലേക്ക് വരുമ്പോൾ കറണ്ട് ഇങ്ങനെ പിയിൽ നിന്ന് ഇങ്ങനെ ക്യൂവിലേക്കാണ് വരിക. അപ്പോൾ പിയിൽ കറണ്ട് ഇങ്ങനെ മുകളിലേക്കും ക്യൂവിൽ കറണ്ട് ഇങ്ങനെ താഴേക്കും ആയിരിക്കും ഉണ്ടാവുക. ഓക്കെ, ഇനി നമ്മൾ മാക്സ്വെല്ലിൻ്റെ റൂൾ അനുസരിച്ച് ഇങ്ങനെ പിടിക്കുമ്പോൾ ഉണ്ടോ, പിയിൽ മുകളിലേക്ക് കറണ്ട് ഇങ്ങനെ മുകളിലേക്കും ഇങ്ങനെ വരുമ്പോൾ ഉണ്ടോ ഇങ്ങനെ ആൻറ്റി ക്ലോക്ക് വൈസിലും, ഇവിടെ വരുമ്പോൾ ക്ലോക്ക് വൈസിലുമാണ് ഉണ്ടാവുക. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ ലൈൻസ് വരയ്ക്കുക. ലൈൻസ് ഇങ്ങനെയാണ് വരിക, ഇങ്ങനെ. ഓക്കെ, ഇവിടെ ആണെങ്കിൽ ഇങ്ങനെ വരും. ഓക്കെ, ഇവിടെ ആൻറ്റി ക്ലോക്ക് വൈസ്, ഇവിടെ ക്ലോക്ക് വൈസ്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ്റെ ആൻസർ ഇങ്ങനെ പിയിലും ക്യൂവിലും എന്ത് ചെയ്യുക, ഒരു ലൈൻസ് ഓഫ് ഫോഴ്സ് വരയ്ക്കുക. നെക്സ്റ്റ് ബി ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്, ഡ്രോ എ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻ ത്രൂ ദ സെൻറ്റർ ഓഫ് ദ കോയിൽ. ഈ കോയിലിൻ്റെ സെൻറ്ററിലൂടെയുള്ള മാഗ്നറ്റിക് ലൈൻസ് ഓഫ് ഫോഴ്സ് വരയ്ക്കുക. ഇതൊരു പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. നോക്കൂ, ഇവിടെ ഈ സെൻറ്ററിൽ ഉണ്ടാവുന്ന മാഗ്നറ്റിക് ലൈൻസ് ഓഫ് ഫോഴ്സ് എങ്ങനെയാണ് വരിക? ഇവിടെ ഇപ്പം ഇങ്ങനെ നോക്കൂ, ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ വന്ന് ഇതിങ്ങനെ ഇങ്ങനെ കറങ്ങിയിട്ട് ഇങ്ങനെ നേരെ ഇങ്ങനെ ഇങ്ങോട്ട് വരും.
ഇവിടെ അങ്ങനെ തന്നെ ഇങ്ങനെ വന്ന് ആൻറ്റി ക്ലോക്ക് വൈസ് വന്നിട്ട് ഇങ്ങനെ വരും. അത് എല്ലാ ലൈൻസ് ഓഫ് ഫോഴ്സും സെൻറ്ററിൽ ഇങ്ങനെ ഉണ്ടാവുക എന്ന് വെച്ചാൽ എല്ലാ ലൈൻസ് ഓഫ് ഫോഴ്സും സെൻറ്ററിൽ ഒരു സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും. ഒരു പ്രത്യേകം ശ്രദ്ധിക്കുക, ഒരു സർക്കുലാർ കോയിലിൽ അല്ലെങ്കിൽ സർക്കുലാർ കണ്ടക്ടറിൽ ആ സർക്കുലാർ കണ്ടക്ടറിൻ്റെ അല്ലെങ്കിൽ കോയിലിൻ്റെ സെൻറ്റർ ഇതിന് ഉള്ളിൽ ഈ സെൻറ്റർ ഭാഗത്ത് ഉണ്ടാകുന്ന മാഗ്നറ്റിക് ലൈൻസ് ഓഫ് ഫോഴ്സ് എപ്പോഴും ഒരു സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും. ഇതിൻ്റെ സെൻറ്ററിൽ ഒരു സ്ട്രെയിറ്റ് ലൈനാണ്. ഇവിടെയൊക്കെ ചെറിയൊരു ബെൻഡൊക്കെ ഉണ്ടാവുക, പക്ഷേ ഈ സെൻറ്ററിൽ എപ്പോഴും ഒരു സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും ഉണ്ടാവുക. ഇതിൻ്റെ ഇൻസൈഡ് ഈ സെൻറ്ററിൽ അത് ഒന്നെങ്കിൽ ഈ കോയിലിന് ഉള്ളിലേക്കാവുക അല്ലെങ്കിൽ പുറത്തേക്കാവുക. ഒന്നെങ്കിൽ ഇൻ ടു ദ കോയിൽ അല്ലെങ്കിൽ ഫ്രം ദ കോയിൽ ഔട്ട്വേർഡ്സ് അല്ലെങ്കിൽ ഇൻവേർഡ്സ്. അതെങ്ങനെ കണ്ടുപിടിക്കേണ്ടത്? എന്തായാലും ഒരു സ്ട്രെയിറ്റ് ലൈനാണ് നമുക്ക് ഉറപ്പാണ്. ഇങ്ങനത്തെ ഒരു ഒറ്റ സ്ട്രെയിറ്റ് ലൈനാണ് വരിക. അത് ഇൻവേർഡ് ആണോ ഔട്ട്വേർഡ് ആണോ കണ്ടുപിടിക്കുക. അത് കണ്ടുപിടിക്കേണ്ടത് നമ്മളിവിടെ ഈ സർക്കുലാർ കോയിലിലൂടെ പാസ് ചെയ്യുന്ന കറണ്ടിൻ്റെ ഡയറക്ഷൻ ക്ലോക്ക് വൈസ് ആണോ ആൻറ്റി ക്ലോക്ക് വൈസ് ആണോ എന്ന് കണ്ടുപിടിക്കണം. ഓക്കെ, പറഞ്ഞ് മനസ്സിലാവുന്നുണ്ടല്ലോ. നോക്കൂ, ഇവിടെ ഇപ്പോൾ കറണ്ട് ഇങ്ങനെ വന്ന് ഇങ്ങനെ വന്ന് കണ്ടതാ, കറണ്ട് ഇങ്ങനെയാണ് വരിക, ശരിയല്ലതാ? പോസിറ്റീവ് നെഗറ്റീവിലേക്കല്ലേ വരുന്നത്. അപ്പോൾ ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ വരും. ഇവിടെ നോക്കൂ, ഇവിടെ കറണ്ട് വരുന്നത് ക്ലോക്ക് വൈസിലല്ലേ. കറണ്ട് ക്ലോക്ക് വൈസിലാണെങ്കിൽ ഇവിടെ സെൻട്രലിലെ ഫീൽഡ് എന്ന് പറയുന്നത് ഇൻ ടു ദ കോയിൽ എന്നാണ്. നമ്മൾ പഠിച്ചിട്ടുണ്ട്. നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ ഒരു ഭാഗം ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് ഞാൻ അത് നമ്മൾ നോട്ട്സ് നമ്മൾ എഴുതിയിട്ടുണ്ട്. ടെക്സ്റ്റ് ബുക്കിൽ ഒരു ഭാഗം ഞാൻ എടുത്ത് കാണിച്ചു തന്നിട്ടുണ്ട്. അത് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ നോട്ട്സ് നമ്മൾ എഴുതിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നോക്കൂ, അപ്പോൾ നേരെ ഇൻ ടു ദ കോയിൽ. അപ്പോൾ അത് ഇങ്ങനെയാണ് വരയ്ക്കേണ്ടത്. ഓക്കെ, ഇൻ ടു ദ കോയിൽ. അപ്പോൾ നമ്മൾ സെൻട്രലിലെ മാഗ്നറ്റിക് ലൈൻസ് ഓഫ് ഫോഴ്സ് വരയ്ക്കാൻ പറയുമ്പോൾ ലൈൻ ഓഫ് ഫോഴ്സ് വരയ്ക്കുമ്പോൾ ഒരു സ്ട്രൈറ്റ് ലൈൻ വരയ്ക്കുക. എന്നിട്ടത് ആരോ മാർക്ക് ഇത് ക്ലോക്ക് വൈസ് ആയതുകൊണ്ട് ഇൻ ടു ദ കോയിൽ. ഇനി ഇവിടെ കറണ്ടിൻ്റെ ഡയറക്ഷൻ നേരെ ആൻറ്റി ക്ലോക്ക് വൈസ് ആണെങ്കിലോ, കറണ്ട് ഇങ്ങനെ ഇങ്ങോട്ടാണെങ്കിലോ, അപ്പോൾ ഇത് വരുന്നത് നേരെ ഇങ്ങനെ ആയിരിക്കും, ഔട്ട്വേർഡ്സ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ ആൻസർ നമ്മൾ വരയ്ക്കേണ്ടത് ഇങ്ങനെയാണ്. ഒറ്റ വര വരച്ചാൽ മതി. എന്നിട്ട് എന്ത് ചെയ്യുക, നിങ്ങൾ ഇങ്ങനെ ഒരു ആരോ മാർക്ക് ഇടുക. ഇൻ ടു ദ കോയിൽ എന്നുള്ളത് കാണിക്കാൻ വേണ്ടി ഇങ്ങനെ ഉള്ളിലേക്കുള്ളൊരു ആരോ മാർക്ക് ഇടുക. ഓക്കെ, റൈറ്റ്. ഇതിൻ്റെ കൂടെ ഒരു സി ക്വസ്റ്റ്യൻ ഉണ്ട്. റൈറ്റ് ഡൗൺ 2 factors ദാറ്റ് അഫക്റ്റ് മാഗ്നറ്റിക് ഫീൽഡ് സ്ട്രെങ്ത് അറ്റ് ദ സെൻറ്റർ ഓഫ് ദ സർക്കുലാർ കോയിൽ. ഈ സർക്കുലാർ കോയിലിൻ്റെ സെൻറ്ററിൽ ഉണ്ടാകുന്ന ഫീൽഡിനെ അഫക്റ്റ് ചെയ്യുന്ന 2 ഫാക്ടേഴ്സ് എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. ആ 2 ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. എപ്പോഴും മനസ്സിലാക്കേണ്ട കാര്യം, ഒരു സർക്കുലാർ കോയിലിൽ ഉണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡിനെ എഫക്റ്റ് ചെയ്യുന്ന 2 ഫാക്ടേഴ്സ് ഉണ്ട്. ഒന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം, ഒന്ന് സ്ട്രെങ്ത് ഓഫ് കറണ്ട്, ഇൻറ്റൻസിറ്റി ഓഫ് കറണ്ട് എന്ന് പറയാം, അല്ലെങ്കിൽ സ്ട്രെങ്ത് ഓഫ് ദ കറണ്ട് എന്ന് പറയാം, ഫസ്റ്റ് ഫാക്ടർ. രണ്ടാമത്തെ ഫാക്ടർ ഇവിടെ നമ്പർ ഓഫ് ടേൺസ് ഓഫ് ദ കോയിൽ. നമ്പർ ഓഫ് ടേൺസ് ഓഫ് ദ കോയിൽ എന്ന് പറഞ്ഞാൽ ഇവിടെ ഉണ്ടാകുന്ന ഈ ഒരു കോയിലിൻ്റെ ചുറ്റിൻ്റെ എണ്ണം. ഇത് ഒരു ചുറ്റാകുമ്പോൾ ഉണ്ടാകുന്ന ഫീൽഡും 2 ചുറ്റാകുമ്പോൾ ഉണ്ടാകുന്ന ഫീൽഡും വ്യത്യാസമുണ്ട്. ചുറ്റുകളുടെ എണ്ണം കൂടുന്നതിനനുസരിച്ച് ഫീൽഡ് കൂടി വരും. അപ്പോൾ നമ്മൾ സോളിനോയിഡ് നമുക്കറിയാം, സോളിനോയിഡിൽ ഒരുപാട് ചുറ്റുകളുണ്ട്. അപ്പോൾ അവിടെ അതിനനുസരിച്ചൊരു ഫീൽഡ് അവിടെ ഉണ്ടാവും. അപ്പോൾ 2 കാര്യങ്ങളാണ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്. ഒന്നാമത്തെ ഫാക്ടർ കറണ്ട്, രണ്ടാമത്തെ ഫാക്ടർ നമ്പർ ഓഫ് ടേൺസ്. ഓക്കെ,